ഇന്നത്തെ എൻ്റെ വീഡിയോ, അതായത് ഞാൻ എൻ്റെ കൈ പൊട്ടിയിട്ട് എടുക്കുന്ന എൻ്റെ സെക്കൻഡ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു കുഞ്ഞി റൂം ടൂർ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം റൂം ക്ലീൻ ചെയ്തിട്ട് എനിക്കൊരു ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടൊരു സാധനം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെക്കണം. അതിൻ്റെ ഒപ്പം ആ ചെയിനിൻ്റെ ഒപ്പം ഈ സാധനം വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചപ്പം എല്ലാം കൂടി ഒരുമിച്ചാക്കാൻ വിചാരിച്ചു. കൈക്ക് മാറിയിട്ടൊന്നുമില്ല, കെട്ടുണ്ട്. അപ്പം നമ്മൾ റൂം ചെയ്തെടുക്കാം ഗൈസ്. അപ്പം ഞാൻ ആ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ച സാധനം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെ നമ്മുടെ ഓരോ ഫോട്ടോസും ഇതുപോലെ കുഞ്ഞിതായിട്ട് ചെയ്തിരും. ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അണ്ടറിലാണ് ചെയ്ത് കിട്ടുന്നത്. കാരണം അവളുടെ കസിൻ ചേച്ചി ഈ പരിപാടിയാണ്, പോളറൈറ്റ്സ് ഫ്രെയിംസൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ കൊടുത്തേക്ക്, എനിക്കിപ്പോൾ പേര് ഓർമ്മയില്ല. അപ്പോൾ ഇൻസ്റ്റാ പേജ് ഞാൻ കൊടുക്കാനൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പോളറൈറ്റ്സ് ഞാനിപ്പോൾ ഇത്രയും പോളറൈറ്റ്സ് തൂക്കിയിൽ ഞാനത് 100 റുപ്പീസിനാണ് കേട്ടോ അത്രയും പോളറൈറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുള്ള. പിന്നെ അതുമല്ല ഈ ഇത്രയും ഇത് 10 ഇതുണ്ട്. അപ്പോൾ ഇതിനകത്തെ കൂടി എനിക്ക് ആയത് എൻ്റെ പ്രൈസ് വന്നിട്ട് 20 രൂപയായിരുന്നു. കാരണം ഇതിന് ഒന്നിന് 2 രൂപയുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സാധനം. ഞാൻ സാധാരണ പോളറൈറ്റ്സിനൊക്കെ ഞാൻ ഇത് 15 പോളറൈറ്റ്സാണ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ 15 എണ്ണം അല്ല, 15 എണ്ണം ചെയ്യിപ്പിച്ചു. അതിൽ 15 എണ്ണത്തിൽ കുറച്ച് ഞാൻ തൂക്കി. കാരണം 15 എണ്ണത്തിന് എനിക്കായത് 100 രൂപ. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതേമാതിരി ഇത് 2 എണ്ണം, ഇതിന് 2 രൂപ. അപ്പം ഞാൻ 10 എണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 20 രൂപയ്ക്ക് നമുക്ക് ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ. ഇതെല്ലാം പോളറൈറ്റ്സിലും കൂടി ഞാൻ തൂക്കിയ ഫോട്ടോസാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ. പിന്നെ എൻ്റെ അച്ഛൻ ഒപ്പരും കൂടി നമ്മൾ പരിഗണിക്കണം അല്ലേ. വീണ്ടും ഞാൻ അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഒരു ചെറിയ എറർ എന്താ വെച്ചാൽ അത് 2 എണ്ണം വന്നു. പിന്നെ ഞാൻ തന്നെ ഇത് ഫുള്ള് ഞാൻ തന്നെ ഈ ഫോട്ടോയും 2 എണ്ണം എന്തിനല്ലേ. ഇത് വേറെ, ഇതൊക്കെ എൻ്റെ ഏട്ടന്മാരുടെ കലാസൃഷ്ടികളാണ്. ഇതെല്ലാം നമുക്ക് അവിടെ ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് പകുതി എൻ്റെ കുട്ടി ലൈബ്രറിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. കൈയൊന്ന് റെഡി ആവട്ടെ ഗൈസ്. അപ്പം ഓണാവാനായി. ഇന്നിപ്പോൾ എന്താ ഡേറ്റ്? ഇന്ന് 12th, അതായത് 12th സെപ്റ്റംബർ. അപ്പം 3 days കൂടി കഴിഞ്ഞാൽ ഓണം, 2 days കൂടി കഴിഞ്ഞാൽ ഇയാളെ ബർത്ത്ഡേ. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പം നമ്മളിത് ഒട്ടിക്കുന്നത് പശ വെച്ചിട്ടാണ്, ഫെവിക്കോൾ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇത് മാല പോലെ തൂക്കിയിടാമെന്ന് ചോദിച്ചു. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും ചെറുതായി. ഇത് പാസ്പോർട്ട് സൈസ്, അതായത് എൻ്റെ വിരലിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത്ര വലിപ്പമുള്ള അത്ര തന്നെയാണ് ഇതുള്ളത്. അപ്പം നമുക്ക് പശ വെച്ചിട്ട് അങ്ങിങ്ങായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ, കാരണം ഒരു വട്ടം ഒട്ടിച്ച് കുളാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എൻ്റെ മനസ്സിനോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിതുപോലെ പശ തേച്ചു ഉണ്ടോ ഇതാ പശ തേച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കൊണ്ടുപോയി ഒട്ടിക്കണം. അപ്പം ഞാൻ ഒട്ടിക്കാം ഗൈസ്. അപ്പം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മളത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ മുഴുവൻ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ ഫോട്ടോയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ. സെക്കൻഡും അവിടെ ലൈറ്റ് അടിച്ചിട്ട് കാണുന്നില്ല അല്ലേ. ഓക്കെ വെച്ചോ. പിന്നെ തേർഡ് ഫോട്ടോ, ഫോർത്ത് ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണ്. ഇതാ ഫിഫ്ത്ത്. ഇതും സെയിം അല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. അയ്യോ എവിടെ ഇതാ ഇതും ഈ ഫോട്ടോ. അയ്യോ ഒക്കെ കൺഫ്യൂഷൻ. ഇതാ ഈ ഫോട്ടോയും സെയിം അല്ല കേട്ടോ ഗൈസ്. അത് രണ്ടും നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് മുഴുവൻ. ഭംഗിയുണ്ടോ? അപ്പം ഇതാണ് നമ്മളെ റൂം ഡെക്കോറിലെ ഒരു സംഭവം. ഇനിയും എനിക്ക് കുറേ സാധനങ്ങൾ ഇതിലേക്ക് വാങ്ങാനുണ്ട്. അതൊക്കെ വഴിക്ക് നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ആവുന്നതിനനുസരിച്ച്. ഇതൊക്കെ എൻ്റെ സ്വന്തം പൈസനോട് വാങ്ങിയ കേട്ടോ. നമ്മുടെ പോക്കറ്റ് മണി എടുത്ത് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ അത് ചെയ്തു. ഇനി നമുക്ക് എൻ്റെ അലങ്കോലൊക്കെ കിടക്കുന്ന റൂം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇവിടെ കിടന്ന് വിളയാടാണ് ഒരുത്തൻ കണ്ടു. ഇനി നമ്മളിത് വൃത്തിയാക്കിയിട്ടുള്ളതും അവസാനം കാണിക്കും. അപ്പം ഇപ്പം അത് വൃത്തിയാക്കാനുള്ളത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാം അല്ലേ. ഓക്കേ
പല്ലില്ലാത്ത മുത്തശ്ശനാണ് കേട്ടോ ഗൈസ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ റൂം കാണണ്ടേ, അപ്പോൾ നമുക്ക് റൂം കാണാം ഗൈസ്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ക്ഷീണിതനായ എൻ്റെ അനിയനാണ്. അപ്പോൾ എനിക്ക് ബെഡ് വിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബെഡ് വിരിച്ചില്ല. അപ്പോൾ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു. ഇതാണ് അപ്പോൾ എൻ്റെ റൂമിൽ